ലഹരിയായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് കേസുകൾ ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിപ്പോ ചർച്ചാ വിഷയമായ കുറച്ച് കേസുകളായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെയും അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് പോലീസ് പിടിച്ച ഡയറക്ടേഴ്സിന്റെയും. അതും കഴിഞ്ഞാണ് ഇപ്പോ 2 ദിവസം മുന്നേ നമ്മൾ അറിഞ്ഞ വാർത്ത വേടനുമായി ബന്ധപ്പെട്ട ഒരു ലഹരി കേസ്. അപ്പൊ എത്രത്തോളം സമൂഹത്തെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് 2 കേസുകൾ പോലെയല്ല വേടന്റെ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കാരണം വേടൻ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം ശ്രദ്ധേയനാണ്, അല്ലെങ്കിൽ ജനങ്ങളിൽ എത്രത്തോളം ആരാധന വേടനുണ്ട് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, എന്നാൽ പോലും വളരെ വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ് ഉൾപ്പെടെ. അതായത് വനം വകുപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കേസും കൂടെ വന്നിരുന്നു, പുലിപ്പല്ല് എന്ന് പറഞ്ഞൊരു കേസും കൂടെ. അപ്പോ അതിന്റെ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ കേസുകളെല്ലാം നോക്കുകയാണെങ്കിൽ സെലിബ്രിറ്റികളുടെ കേസുകളാണ്. അതായത് ഷൈൻ ടോമിന്റെ ആയാലും ശ്രീനാഥ് ദാസി അവരുടെ ഒരു ഗ്യാങ് ആയിട്ട് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് സിനിമ സംവിധായകന്റെ എടുക്കാം. അത് കഴിഞ്ഞിട്ടായിരുന്നു റാപ്പർ വേടന്റെ കാര്യം വന്നത്. ഇവരെല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, ഓൾറെഡി ഫെയിം ആയിട്ടുള്ള ആൾക്കാരിൽ പരിചിതനായിട്ടുള്ള ഒരു മുഖമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ എല്ലാം കേസുകൾ ലഹരിയുമായി ബന്ധപ്പെട്ടതിൽ ഇവർ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന അല്ലെങ്കിൽ വളരെയധികം ജാമ്യം കിട്ടാവുന്ന രീതിയിലുള്ള അത്രയും ഗ്രാമുകളുള്ള ആണ് കഞ്ചാവ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവർക്ക് ജാമ്യം കിട്ടാവുന്ന കേസാണ്. പക്ഷെ റാപ്പർ വേടന്റെ കാര്യത്തിൽ ചെല്ലുമ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ തന്നെ വനം വകുപ്പ് വരുന്നു. അത്രയും നാള് നോട്ടീസ് ചെയ്യാതിരുന്ന ഒരു പുലിപ്പല്ല് മാല ആള് ധരിച്ചിട്ടുണ്ട്. അത്രയും നാൾ അതൊരു പ്രശ്നമല്ലായിരുന്നു. ജാമ്യം കിട്ടി പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ താങ്കൾ ധരിച്ചിരിക്കുന്ന പുലിപ്പല്ല് വളരെ പ്രശ്നമായിട്ടുള്ള രീതിയിൽ ജാമ്യമില്ലാണ് എന്നുള്ളൊരു പരാമർശമായിട്ട് വരുന്നത്. കാരണം എല്ലാ വേദികളിലും വേടൻ ഇതേ മാല ധരിച്ചുകൊണ്ട് നമ്മൾ എല്ലാരും കാണുന്നതാണ് പുറത്തിറങ്ങുന്നത്. എന്നിട്ട് ഇപ്പോ ഈ ഒരു കേസ് വന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു അധിക്ഷേപം കൂടെ വന്നത്. അതിനുശേഷം ആൾക്ക് ജാമ്യമില്ലാതെ 2 ദിവസം ആള് ജയിലിൽ കിടക്കുക വരെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് കോടതിയിലേക്ക് കേസ് വരുമ്പോൾ കോടതി പറയുന്നത് എന്താണ്, ഇത്രയും ആള് തന്നെയാണോ അത് വേട്ടയാടി കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ആ ഒരു മൃഗത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നതിന് തെളിവില്ല, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ള പുലിപ്പല്ലാണോ, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവില്ല എന്നെല്ലാം പറഞ്ഞ് ആ കേസ് തന്നെ കോടതി അങ്ങ് തള്ളിക്കളയാണ്. എന്നിട്ട് ആൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. ഇനി അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് കിടക്കാണ്. കാരണം അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം, അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ലഹരി കേസിന്റെ അടുപ്പിച്ച് തന്നെ റാപ്പർ വേടനെ കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ വനം വകുപ്പ് അപ്പോഴത്തേക്ക് വരുന്നു? ഇത്രയും നാളെ നോട്ടീസ് ചെയ്യാത്ത ഒരു കാര്യം അപ്പോൾ വന്നിട്ട് നോട്ടീസ് ചെയ്യുന്നു എന്നതൊരു ചോദ്യചിഹ്നമാണ്. കേസ് വരുമ്പോഴേക്കും എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ, അതായത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബാക്കിയുള്ള പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിന് മുന്നേ നടന്ന ഒരുപാട് ലഹരി കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഇല്ലാത്ത ഒരു നടപടികൾ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു നടപടി, അതായത് ജനശ്രദ്ധ ഇത്രയും ആകർഷിച്ച ഒരു പാട്ടുകാരൻ ഇന്നിപ്പോ എനിക്ക് അറിയില്ല, അത്രയും സ്റ്റേജ് ഷോകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം, ഇത് മറ്റൊരു തരത്തിൽ റാപ്പർ വേടന് ഒരു വലിയൊരു ഫെയിം നേടിക്കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു അറസ്റ്റ് തന്നെ റാപ്പർ വേടനെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് കഴിഞ്ഞിട്ട് ആള് പുറത്തിറങ്ങാൻ നേരത്ത് മീഡിയനെ കാണുമ്പോൾ പറയുന്നത് എന്റെ ഒരു പാട്ട് അടുത്ത ദിവസം ഇറങ്ങുന്നുണ്ട്, എല്ലാരും പോയി കാണണമെന്ന്. എത്ര പെട്ടെന്ന് ആൾക്കൊരു പ്രൊമോഷൻ ചെയ്യാൻ കിട്ടിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞു. അപ്പൊ തന്നെ പിറ്റേ ദിവസം പോയി നോക്കാം, വന്നോ എന്നിട്ട് ആ പാട്ടുകളുടെ വരി നോക്കിയിട്ട് ആളെ വിലയിരുത്തുന്നു, ആളുടെ മുന്നത്തെ പാട്ടുകൾ നോക്കുന്നു. അപ്പോ ആളെന്താണെന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ ചിലർക്കെങ്കിലും റാപ്പർ വേടൻ ആരാണെന്ന് അറിയാത്തവർക്ക് ഈ ഒരു കേസിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം അത്രയും വലിയൊരു ഫ്രെയിമാണ് ഈ ഒരു സംഭവത്തോടു കൂടെ ഉണ്ടായിരിക്കുന്നത്. വേടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ്, അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്തത് ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് തെറ്റ് തന്നെയാണ്. അതിനൊരിക്കലും ആരും ന്യായീകരിക്കുന്നില്ല. എന്നാൽ പോലും പെട്ടെന്നുള്ള ഒരു നടപടി, ഈ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടി എല്ലാ രീതിയിലും വേണം. അതായത് ഒരു കേസ് നമ്മൾ ഒരാളുടെ തെളിവെടുത്ത് അല്ലെങ്കിൽ ഒരാളെ പിടിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷമുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും പ്രസക്തി ഉള്ളത്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഈ റാപ്പർ വേടനെ ഇപ്പോഴാണ് അവർ കണ്ടുപിടിച്ചെന്ന് പറയുന്നു പുലിപ്പല്ലിന്റെ കാര്യത്തില്. എങ്കിലും എന്തുകൊണ്ട് ഇതുപോലെ പരസ്യമായിട്ട് മാലയൊക്കെ അണിഞ്ഞു നടക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് നോട്ടീസ് ചെയ്യുന്നില്ല? പല വീഡിയോസിലും ലൈവില് വരെ, അല്ലെങ്കിൽ ചെണ്ട കൊട്ടുമ്പോഴായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് പോകുമ്പോഴായാലും നല്ല രീതിയിൽ പുലിപ്പല്ല് അണിഞ്ഞ് പലരും നിൽക്കുന്നത് കാണാൻ കഴിയും. അതൊന്നും ആരും നോട്ടീസ് ചെയ്യുന്നില്ല, അതിനെതിരെ ഒന്നും പറയുന്നില്ല. അതൊരു കേസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ വാലെ തൂങ്ങി ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, വളരെയധികം വേറൊരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, വയനാട്ടിലെ അവിടുത്തെ എം പി കളക്ടർ ആരോ ഇരിക്കുന്ന ഒരു ചെയറിന്റെ ബാക്കിലായിട്ട് 2 ആനക്കൊമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നതിന് ഫ്രണ്ടിലായിട്ടാണ് ആ ഒരാൾ ഇരിക്കുന്നത്. അപ്പൊ അത്രയും പദവി അലങ്കരിക്കുന്ന ഒരാളുടെ ബാക്കിൽ ഇങ്ങനെ 2 ആനക്കൊമ്പ് വന്നു. ഇത് എന്തുകൊണ്ട് കേസാവുന്നില്ല? ഇത് എവിടുന്ന് വന്നു? അതിന്റെ ബാക്കിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ആരും തന്നെ പരിശോധിക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അതെ, അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്, അത് നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് സെലിബ്രിറ്റി ആയവർക്ക്, കുറച്ച് ഫ്രെയിം ഉള്ളവർക്ക്
ഇവിടെ ഒരു പ്രസക്തി ഇല്ല. അതെ. കാരണം വേടനെ പോലെ ഒരാള് അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു രീതി അത്രയും ഒരു എഫേർട്ട് എടുത്താണ് ആളുടെ ഒരു സ്റ്റേജിലെത്തിയത്. അപ്പൊ അങ്ങനെയുള്ളവരെ വീണ്ടും അടിച്ചമർത്താൻ തന്നെ ശ്രമിക്കുന്നത് പോലെയാണ് പലരുടെയും ഒരു പക്ഷെ പെരുമാറ്റം. നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വേടന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ പിണറായിയും ഈ ഒരു വേടനും തമ്മിലുള്ള ഒരു കൈകോർക്കലാണെന്നോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നോ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. അതുകൊണ്ടാണ് ആ ഒരു ഒറ്റൊരു സംഭവത്തോടെ ആള് നല്ല രീതിയിൽ ഫെയിം ആവുന്നു. വേടൻ ക്ഷമയും ചോദിച്ചു, ഇനി നന്നാവാന്നുള്ള ഒരു തീരുമാനം എടുത്തു. പക്ഷെ ആളൊന്ന് പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ നിൽക്കാതെ വളരെ സൗമ്യനായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ തെറ്റാള് മനസ്സിലാക്കിയെന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു യുവത്വത്തിനിടയിൽ ആളൊരു നല്ല ക്യാരക്ടർ മാറിയിരിക്കുകയാണ്. കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി പോപ്പുലാരിറ്റി കിട്ടാനുള്ള ഒരു ചാൻസ് കൂടിയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഈ ഒരു കേസ് ഇതില് റാപ്പർ വേടന് ഇനി എന്തായിരിക്കുമെന്ന് നമ്മൾ കണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൂടുതലായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് വനം വകുപ്പ്. എങ്ങനെയും കൊടുക്കുമെന്ന് നടപടി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വനം വകുപ്പിനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും അതെ തീർച്ചയായിട്ടും എല്ലാ കേസിലും ഇതേ ഒരു ഊർജ്ജമായിട്ടുള്ള ഒരു നടപടി എല്ലാ കേസിലും വേണം. അതായത് നടപടി എടുത്താൽ മാത്രം പോരാ, അതിന്റെ ഒരു ബാക്കിയുള്ള ഫലങ്ങളും കൂടെ എല്ലാവരിലും എത്തണം. അതെ.